നമസ്കാരം. ബിഗ് ബോസ് മലയാളം സീസൺ 7 ആദ്യത്തെ കഴിഞ്ഞു. നമുക്കൊന്ന് ആ സംഭവങ്ങളിലേക്കൊന്ന് നോക്കിയാലോ? തീർച്ചയായും. ഈ 7ന്റെ പണി എന്ന തീം അത് ശരിക്കും മത്സരാർത്ഥികൾക്ക് ഒരു പണിയായി മാറിയോ? അതാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. അതെ. തുടക്കം തന്നെ ഒരു തീപ്പൊരു പോലെയായിരുന്നു. അതെ. ഓരോരുത്തരുടെ ഏറ്റുമുട്ടലുകള്, പിന്നെ സ്ട്രാറ്റജികള്, വീടിനകത്തെ ആ ഒരു അന്തരീക്ഷം ശരിക്കും ചൂട് പിടിച്ചു. നമുക്ക് പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിലേക്ക് കടക്കാം അല്ലേ? ഓക്കെ. അപ്പോൾ ആദ്യം തന്നെ പറയേണ്ടത് ബിൻസിയെ കുറിച്ചാണെന്ന് തോന്നുന്നു. തുടക്കം മുതലേ ഭയങ്കര ശ്രദ്ധ നേടുന്നുണ്ട്. ഒരു സ്ട്രോങ് കണ്ടസ്റ്റന്റ് ആണ്, സംശയമില്ല. പക്ഷെ പലപ്പോഴും ആ ഒരു കൺട്രോൾ പോകുന്നത് പോലെ. എന്താണ് ശരിക്കും അവിടെ? ബിൻസിക്ക് നന്നായി കളിക്കാൻ പറ്റുന്ന ഒരാളാണ്. പക്ഷെ ആ ഒരു എടുത്തുചാട്ടമുണ്ടല്ലോ, പിന്നെ ദേഷ്യം, അത് പലപ്പോഴും തിരിച്ചടിയാകുന്നുണ്ട്. ഇപ്പോ ഷാനവാസിനോട് പിന്നെ നെവിനോട് ഉണ്ടായ ആ വഴക്കുകൾ ഓർമ്മയില്ലേ? അത് വലിയ ഇഷ്യൂ ആയിരുന്നല്ലോ. അതെ. ആ ജയിൽ നോമിനേഷൻ തർക്കം, പിന്നെ ഉപയോഗിച്ച വാക്കുകള് എടാ, പോടാ, പേക്കോലം എന്നൊക്കെ. പിന്നെ നെവിന്റെ കുടുംബത്തെ, പ്രത്യേകിച്ച് അമ്മയെ തന്നെ ടാർഗറ്റ് ചെയ്തത്, പിന്നെ ദേഹത്തേക്ക് ഇടിച്ചു കയറാൻ നോക്കിയത്, അതൊന്നും അത്ര ശരിയല്ല. അതിലൊരു കോൺട്രഡിക്ഷൻ ഇല്ലേ? ഒരാൾ എഡി എന്ന് വിളിക്കുന്നത് ഇഷ്ടമല്ലെന്ന് ബിൻസി തന്നെ പറയുന്നു. അതെ. എന്നിട്ട് തിരിച്ച് ഷാനവാസിനെ എടോ, പോടോ എന്നൊക്കെ വിളിക്കുന്നു. ഇത് പ്രേക്ഷകർ ശ്രദ്ധിക്കില്ലേ? അത് തന്നെയാണ് പ്രധാന ചോദ്യം. നമ്മൾ പറയുന്ന വാക്കിന് നമ്മൾ തന്നെ വില കൊടുക്കണം അല്ലേ? അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറ്റം പറയുമ്പോൾ ഒരു വിശ്വാസ്യത കുറയും. അതെ, ഒരു നെഗറ്റീവ് ഇമേജ് വരാൻ സാധ്യതയുണ്ട്. പിന്നെ ഇങ്ങനെ ഭയങ്കര ഇമോഷണലായി കളിക്കുമ്പോൾ സ്വന്തം ഗെയിം തന്നെ ചിലപ്പോ കൈവിട്ടു പോകും. ശരിയാണ്. ഇത് ചിലപ്പോ ആർക്കാ ഗുണം ചെയ്യുക? ഈ വാഴകൾ എന്നൊക്കെ പറയുന്ന സൈലന്റായി നിൽക്കുന്നവർക്ക്. അതെങ്ങനെ? കാരണം സ്ട്രോങ് ആയിട്ടുള്ളവർ തമ്മിലടിച്ച് പുറത്തു പോയാൽ ഇവർക്ക് മുന്നോട്ട് വരാൻ എളുപ്പമാവില്ലേ? അതൊരു പോയിന്റാണ്. അപ്പോ ഷാനവാസിന്റെ കാര്യം, ബിൻസിയുമായുള്ള പ്രശ്നത്തിൽ ഷാനവാസിന്റെ പ്രതികരണം, അത് പക്വതയായിരുന്നോ അതോ ഒരു തന്ത്രം? ഷാനവാസ് പൊതുവെ നോക്കിയാൽ ഒരു മിനിമം നിലവാരം, ഒരു ഡീസൻസി കീപ്പ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആ പ്രശ്നത്തിൽ മാക്സിമം ഒഴിഞ്ഞുമാറാൻ നോക്കി. പക്ഷേ വീണ്ടും വീണ്ടും പ്രകോപനം വന്നപ്പോൾ പ്രതികരിച്ചു. ശബ്ദം പോയിരുന്ന സമയത്തും പ്രശ്നമുണ്ടായല്ലോ. അതെ. അപ്പോ പോയി മുള്ളിലോ മുരിക്കിലോ കേറിക്കോ, എന്റെ നെഞ്ചത്ത് വേണ്ട എന്നൊക്കെ പറഞ്ഞത് അതൊരു പരിധി വിട്ടതായി എനിക്ക് തോന്നിയില്ല. പ്രൊവോക്കേഷൻ അത്രയും ഉണ്ടായിരുന്നു. ക്യാപ്റ്റൻ ആയതൊരു നേട്ടമായില്ലേ? തീർച്ചയായും. ആ ക്യാപ്റ്റൻസി ടാസ്ക് ജയിച്ചത് ഷാനവാസിന്റെ ഒരു മികച്ച നീക്കം തന്നെയാണ്. ഓക്കെ. അപ്പൊ ഈ ബിൻസി ഷാനവാസ് തർക്കം അവിടെ നിൽക്കട്ടെ. വേറൊരു പ്രധാന സംഭവം അനുവും അനീഷും തമ്മിലുണ്ടായതല്ലേ? അത് കുറച്ചുകൂടി സീരിയസ് ആണ്. അതെന്താ അങ്ങനെ പറയാൻ? കാരണം അനു അനീഷിനോട് പറഞ്ഞ ഡയലോഗ്, നിങ്ങൾ ഇവിടെ നിറങ്ങുമല്ലോ, എന്നെ സ്നേഹിക്കുന്ന കുറച്ചു പേരുണ്ട്, അവര് നിങ്ങൾക്ക് തരും എന്ന രീതിയിൽ. അത് ശരിക്കും പുറത്തുള്ള കാര്യമാണ്. വീടിനകത്തെ ഗെയിമിന്റെ പേരിൽ പുറത്തുള്ളവരെ വെച്ച് ഭീഷണിപ്പെടുത്തുന്നത് റൂൾസിനെതിരാണ്. അത് വളരെ ഗൗരവമുള്ള വിഷയമാണ്. ശരിയാണ്. പിന്നെ വേറൊന്ന്, ഈ ആര്യൻ, റെന അങ്ങനെയുള്ള യങ്സ്റ്റേഴ്സ് ഉണ്ടല്ലോ, അവരുടെ പ്രായത്തെക്കുറിച്ച് ചില കമന്റുകൾ വരുന്നത് കേട്ടോ. പ്രായം കുറഞ്ഞതുകൊണ്ട് അവർക്ക് കഴിവില്ല എന്ന രീതിയിലുള്ള സംസാരം, അതും ശരിയല്ല. അതും ഒരു ചർച്ചയായേക്കാം. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ബിഗ് ബോസ് ഇത്തവണ കുറച്ചുകൂടി സ്ട്രിക്റ്റ് ആണോ? ഈ 7ന്റെ പണി എന്നത് വെറുതെ പറയുന്നതല്ല ആണെന്ന് തോന്നുന്നു. വ്യക്തമായിട്ടത് കാണാനുണ്ട്. ഡിപ്ലോമസി പാടില്ല, നോമിനേറ്റ് ചെയ്യുമ്പോൾ വ്യക്തമായ കാരണം പറയണം എന്നൊക്കെ ആദ്യമേ പറഞ്ഞു. നോമിനേഷന്റെ രീതി മാറ്റിയിരുന്നു. അതെ. എല്ലാവരെയും സുഖിപ്പിച്ചു നിൽക്കുന്ന പരിപാടി നടക്കില്ലെന്ന് തുടക്കത്തിലെ ഒരു സിഗ്നൽ കൊടുത്തു. പിന്നെ നിയമം തെറ്റിച്ചാൽ താക്കീതുണ്ടാവും. ജിസിലിന്റെ മേക്കപ്പ് ഇഷ്യൂ അതൊരു ഉദാഹരണം. ടാസ്കിലൂടെ കിട്ടാത്ത സാധനങ്ങൾ ഉപയോഗിച്ചത്. അതെ. അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഇനിയും മുന്നറിയിപ്പുകൾ വരാം. അപ്പോൾ പ്ലേയേഴ്സ് കുറച്ചുകൂടി ശ്രദ്ധിക്കും. ശരി. അപ്പോ ഈ ആദ്യ ആഴ്ചകളിലെ ഒരു ഓവറോൾ പിക്ചർ എടുത്താൽ ഇമോഷണൽ ഔട്ട്ബേസ്റ്റുകളാണോ കൂടുതൽ, അതോ സ്ട്രാറ്റജിക് നീക്കങ്ങളാണോ മുന്നിട്ട് നിൽക്കുന്നത്? എന്താ തോന്നുന്നത്? രണ്ടും ഉണ്ട്. ശരിക്കും പറഞ്ഞാൽ രണ്ടും മിക്സ്ഡ് ആണ്. ഇപ്പൊ ബിൻസിയെ പോലെ ചിലർ ഭയങ്കര ഇമോഷണലായി റിയാക്ട് ചെയ്യുന്നു, ഓപ്പോസിറ്റ് ഗെയിം കളിക്കുന്നതും കാണാം. അത് ശ്രദ്ധിച്ചിരുന്നു. അപ്പോൾ ഈ ഇമോഷൻസും സ്ട്രാറ്റജിയും തമ്മിൽ എങ്ങനെ ബാലൻസ് ചെയ്യും, ഇതിലേതിനാണ് അവസാനം പ്രേക്ഷകർ സപ്പോർട്ട് കൊടുക്കുക, അതൊക്കെ കണ്ടറിയണം. ശരിയാണ്. എന്തായാലും ബിഗ് ബോസ് മലയാളം സീസൺ 7 തുടക്കം ഗംഭീരമായിട്ടുണ്ട്. നല്ല സ്ട്രോങ് മത്സരാർത്ഥികൾ, നല്ല ടൈറ്റ് മത്സരങ്ങൾ, പിന്നെ സ്ട്രിക്ട് റൂൾസ്, എല്ലാം കൂടെ പ്രേക്ഷകർക്കൊരു ആകാംക്ഷ കൊടുക്കുന്നുണ്ട്. അതെ. ഇനി അങ്ങോട്ട് എന്തൊക്കെ നടക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ തുടക്കത്തിലെ ഇമോഷണൽ ഡ്രാമകളൊക്കെ ശരിക്കും വിജയത്തിലേക്ക് നയിക്കുമോ അതോ കുഴിയിൽ ചാടിക്കുമോ? അതാണ് ചോദ്യം. ചിലപ്പോ ഈ ബഹളങ്ങൾക്കിടയിൽ ആരും ശ്രദ്ധിക്കാതെ പതുക്കെ ഗെയിം പ്ലാൻ ചെയ്യുന്നവരായിരിക്കും അവസാനം നേടുന്നത്. അതോ? കാത്തിരുന്ന് കാണാം. എന്തായാലും അടുത്ത ആഴ്ചയിലെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.